KTU 2019 സ്കീം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ S7 ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിൻ്റെ മൊഡ്യൂൾ 5 തിയറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് നമുക്ക് രണ്ട് ടോപ്പിക്കാണുള്ളത്, വേം ഗിയറും അതുപോലെ തന്നെ ബെവൽ ഗിയറും. നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ വേം ഗിയറിൻ്റെ തിയറിയിലേക്ക് നമുക്ക് ആദ്യം വരാം. അപ്പോൾ ഒരു ഷാഫ്റ്റ്, അതിൽ ടീത്ത്, അതുപോലെ തന്നെ ഒരു ഗിയർ. അപ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, ഗിയർ അതിനകത്ത് ടു ആൻഡ് ഫ്രോ ആയിട്ട് മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്തതിനാണ് നമ്മൾ വേം ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബേസിക്കായിട്ടുള്ള കുറച്ച് ടേംസ്, അതിൻ്റെ ഡെഫിനേഷൻസാണ് നമ്മൾ ആദ്യം എഴുതി വെച്ചേക്കുന്നത്. 3 മാർക്സിന് വേണ്ടി നമ്മളതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അഗെയിൻ ഫിഗർ നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് വരയ്ക്കാവുന്നേ ഉള്ളൂ. വേം ഗിയറാണ് നമ്മുടെ സ്ക്രൂ ജാക്കിലും ഹോയിസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത്. അതെന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ്. അത് കൂടുതൽ ടോർക്ക് നമുക്ക് ഈസിയായിട്ട് അവൈലബിളായിട്ട് കിട്ടും. അതുപോലെ തന്നെ സ്പീഡ് കുറവായിരിക്കും. പിന്നെ സ്മൂത്ത് ക്വിക്കായിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ മെഷ് ചെയ്യാനുള്ള എഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പാക്ട്നെസ്സും, ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് വേം ഗിയർ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ബെവൽ ഗിയറാണ്. അപ്പം ബെവൽ ഗിയറിൻ്റെ ഫിഗറൊക്കെ നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് എഴുതാൻ പറ്റും, ബേസിക്കായുള്ള ടേമുകളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിവിടുന്ന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ആണ് എഴുതി വെച്ചേക്കുന്നത്. നമുക്കറിയാം ആംഗിൾ, 2 ഷാഫ്റ്റ് തമ്മിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് 90 ഡിഗ്രി അങ്ങനെ അതിന് മുകളിലൊക്കെ വരിക. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ബെവൽ ഉപയോഗിക്കുക. പാരലൽ ഷാഫ്റ്റ് ആണെങ്കിലാണ് നമുക്ക് ഹെലിക്കലും സ്പെറൊക്കെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്പർ ഓഫ് ടീത്തിൻ്റെ ഡിഫറൻസ് കാരണം ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ അതിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള മൗണ്ടിങ്, പിന്നെ കൂടുതൽ ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളവിടെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ വേം വീലിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ഹെലിക്കൽ ഗിയറുകൾ തമ്മിൽ മിക്സ് ചെയ്തിട്ട് വേറൊരു ഗിയർ ഉണ്ടാക്കുക, അതിനാണ് നമ്മൾ ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്. ഡബിൾ ഹെലിക്കൽ ഗിയർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അത് ഹയർ പവർ ട്രാൻസ്മിഷൻ ഓഫ് 2 പാരലൽ ഷാഫ്റ്റ്സ്, അവിടെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്നത്. കൂടുതൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ കോണ്ടാക്ട് റേഷ്യോ കൂടുതലായിരിക്കും, കൂടുതൽ ഫോഴ്സും അതിന് പുൾ ചെയ്യാൻ കഴിയും. അടുത്തായിട്ട് ബെവൽ ഗിയറിൻ്റെ വെയർ സ്ട്രെങ്ത്തിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സാണ് ആദ്യം ലൂയിസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഉപയോഗിച്ച ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. ഗിയറിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റീനെ അതിൻ്റെ ജോമെട്രി, മെറ്റീരിയൽ പ്രോപ്പർട്ടീസായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. പിന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്, അതുപോലെ തന്നെ വെയർ റെസിസ്റ്റൻസും അതിൻ്റെ വെയർ സ്ട്രെങ്ത്തിനെ കൂട്ടും. നമുക്ക് സർഫസ് ഹാർഡനിങ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് അത് കൂട്ടാൻ പറ്റും. പിന്നെ ജോമെട്രി ഓഫ് ദി ഗിയറാണ്, ടൂത്ത് പ്രൊഫൈലും അതിൻ്റെ പ്രഷർ ആംഗിൾ, അതുപോലെ ഗിയറിൻ്റെ ഡയമെൻഷൻസൊക്കെ വെയർ സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യും. ഫേസ് ഏരിയയും അതുപോലെ തന്നെ പിച്ചൊക്കെ കൂടുതലാണെങ്കിൽ വേറെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ലൂബ്രിക്കേഷൻ, പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടായാലാണ് വേറെ കുറയുള്ളൂ. അതുപോലെ തന്നെ ഏത് ലൂബ്രിക്കൻ്റാണ് ഉപയോഗിക്കുന്നത്, ഏത് രീതിയിലാണ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സർഫസ് ഫിനിഷും കോണ്ടാക്റ്റും. ഫൈനായിട്ടുള്ള സർഫസ് ഫിനിഷ് ആണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മെഷിങ്ങും പ്രോപ്പർ കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് അലൈൻമെൻ്റ് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇത് 3 മാർക്സിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, ഇത് എന്തായാലും നോക്കി വെക്കണം. പിന്നെ നമുക്ക് 2-3 വട്ടം ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനാണ് വേം ഗിയറിൻ്റെ എഫിഷ്യൻസി എന്താണ് ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഹൈ ഫ്രിക്ഷനാണ്. വേം ഗിയറിൻ്റെ സ്ലൈഡിങ് ആക്ഷൻ അതിൽ കൂടുതൽ എനർജി ലോസ് ഉണ്ടാക്കുന്നു. ബാക്കിയുള്ള ഗിയറിലൊക്കെ കൂടുതൽ റോളിംഗ് ആക്ഷനാണ്. ഇത് അതിൻ്റെ എഫിഷ്യൻസിനെ കുറയ്ക്കുന്നു. അതുപോലെ ഹീറ്റ് ഡിസിപ്പേഷൻ കപ്പാസിറ്റി കുറവാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലൈഡിങ് കോണ്ടാക്റ്റ് കാരണം ഹീറ്റ് കുറേ ജനറേറ്റ് ചെയ്യും. ഇതിൻ്റെ ഡിസൈൻ കൺസിഡറേഷനിലും ഹീറ്റ് ഡിസിപ്പേഷൻ്റെ മെക്കാനിസമൊക്കെ കുറവാണ്. ആ കാരണം ഹീറ്റ് ഡിസിപ്പേഷൻ കുറയും, അതുകൊണ്ട് എഫിഷ്യൻസി കുറയും. പിന്നെ ഹൈ ഫ്രിക്ഷൻ കാരണം വേം ഗിയറിൽ വെയർ കൂടുതലായിരിക്കും. ഇപ്പോൾ ലൂബ്രിക്കേഷൻ്റെ ലിമിറ്റേഷൻ ഒരു ഫാക്ടറാണ്. ഈവൻ ഗുഡ് ലൂബ്രിക്കേഷൻ കൊടുത്താൽ പോലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന് അല്ലെങ്കിൽ ഫ്രിക്ഷന് അത് മതിയാവില്ല. ഈ 3 ഫാക്ടേഴ്സാണ് മെയിനായിട്ടുള്ളത്. ഇതും കൂടി നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുക മൊഡ്യൂൾ 5 തിയറിയിൽ.